വോട്ടിംഗ് അവസാനിക്കാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു അന്തിമ ഘട്ടം എത്തി നിൽക്കുമ്പോഴത്തേക്കും ആരായിരിക്കും പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് അനുമോൾ തന്നെയാണ്. ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ അനുമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് ഗിസൈൽ തന്നെയാണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് രേണുവാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാലാം സ്ഥാനത്ത് ആര്യൻ. ഇനിയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള അഞ്ചാം സ്ഥാനത്ത് ശൈത്യയാണുള്ളത്. ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ശാരികയാണ്. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് രഞ്ജിത്താണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് നെവിനാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ശൈത്യ, ശാരിക, രഞ്ജിത്ത്, നവീൻ ഇവരുടെ വോട്ട് ഡിഫറൻസ് വളരെ ചുരുങ്ങിയതാണ്. വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇവർ തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം തന്നെയാണ്. വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിൽ മാത്രമാണ് ഇവരുടെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ്. പിന്നെ രഞ്ജിത്തും അതോടൊപ്പം തന്നെ ശൈത്യ, ശാരിക ഈ രണ്ടു പേരും ഇപ്പോൾ 5ഉം 6ഉം സ്ഥാനത്ത് നിൽക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ സ്ഥാനങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. കാത്തിരിക്കാം വരും മണിക്കൂറിൽ എന്ത് തരം ടെസ്റ്റുകൾ സംഭവിക്കുമെന്നുള്ളതും. നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഒന്ന് രഞ്ജിത്തും നവീനും തന്നെയാണ്. അതോടൊപ്പം തന്നെ ശൈത്യ, ശാരികയുടെ വോട്ട് തമ്മിൽ വളരെ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 4 പേരിൽ ഇനിയുള്ള മണിക്കൂറിൽ വമ്പൻ ടെസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാത്തിരിക്കാം എന്തായിരിക്കും അന്തിമഘട്ടത്തിൽ സംഭവിക്കുക എന്നുള്ളത്.